ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം നൊസ്റ്റാൾജിക് ഓർമ്മകളുള്ള ഒന്നാണ് പൊതിച്ചോറ്. നമ്മുടെ അമ്മമാർ സ്നേഹത്തോടെ നമുക്ക് സ്കൂളിലും കോളേജിലുമൊക്കെ പോകുമ്പോൾ തന്നയച്ചിരുന്ന പൊതിച്ചോറാണ്. അത് ഇന്നത്തെ കുട്ടികൾക്ക് അത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോസ് മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കുക. എന്നാൽ മാത്രമേ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ മുൻപൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന പൊതിച്ചോറിൽ സ്ഥിരമായി ഉണ്ടാകാറുള്ള ഒരു സൈഡ് ഡിഷാണ് ഈ മെഴുക്ക് പുരട്ടി. പിന്നെ തോരനും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറികളൊക്കെയാണ് പണ്ട് നമ്മുടെ പൊതിച്ചോറിന് വേണ്ടി നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതുപോലെ വാഴയ്ക്ക അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും വെച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറുണ്ട്. പിന്നെ തോരൻ, അല്ലാതെ വലിയ ഡീറ്റെയിൽ ആയിട്ട് വയ്ക്കുന്ന കറികളൊന്നും രാവിലെ പൊതിച്ചോറിന് വേണ്ടി ഉണ്ടാക്കാറില്ല. ഇപ്പോൾ സാമ്പാർ, അവിയൽ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ എളുപ്പത്തിലുള്ള കറികളാണ്. ഇപ്പം മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് അരിഞ്ഞെടുത്ത് നമുക്കിതുപോലെ മോര് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇലയിൽ പൊതിഞ്ഞെടുക്കുന്ന പൊതിച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. നമുക്ക് അന്ന് ആ ഭാഗ്യം നമുക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ വിലയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകുന്നതും അതൊക്കെയാണ് വലിയ കാര്യമായിട്ട് തോന്നിക്കൊണ്ടിരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം, എത്ര ഹാനികരമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എന്നുള്ളത് നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം. പക്ഷെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. അപ്പോൾ അതിനൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം കുറച്ചാലേ നമുക്കൊരു രക്ഷയുള്ളൂ. അതിന് ഗവൺമെൻറ് തന്നെ എന്തെങ്കിലും തീരുമാനം എടുക്കണം. അപ്പോൾ നമുക്കിത് മോര് വെള്ളത്തിൽ കഴുകി ഇനി ഇത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ വാഴയ്ക്ക, കത്തിരിക്ക, ഏത് വെജിറ്റബിൾ വെച്ച് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ കറ പോകാൻ വേണ്ടിയാണ് ഇതുപോലെ മോര് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറക്കാതെ. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ട് അതിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഉഴുന്ന് പരിപ്പാണ്. ബ്രോക്കൺ ആയിട്ടുള്ള ഈ ഉഴുന്ന് പരിപ്പ്. അതാണ് മുൻപൊക്കെ മെഴുക്ക് പുരട്ടി പോലുള്ളതിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി 2 വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച വാഴയ്ക്ക കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ പോലെ യാതൊരു ഫെസിലിറ്റീസും ഇല്ലാതിരുന്ന കാലത്താണ് നമ്മുടെ അമ്മമാരൊക്കെ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ള ഒരു 2-3 മെമ്പേഴ്സിനൊക്കെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ആകെ 1-2 പേരെ കാണുകയുള്ളൂ. മുമ്പ് അങ്ങനെയല്ല. കുറേ പേർക്ക് വേണ്ടി ഇപ്പോൾ രാവിലെ ചോറും കറികളും ഇതെല്ലാം ഉണ്ടാക്കണം. പിന്നെ വാഴയിലയൊക്കെ കീറി വാട്ടി അതിൽ ചോറ് പൊതിഞ്ഞെടുക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കെല്ലാം ഈസിയായി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അരിഞ്ഞു വെച്ച ഇതുപോലെ ഉള്ളി, ഒരു 1-2 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായി അടച്ചു വെച്ച് വേവിക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇപ്പം മെഴുക്ക് വരട്ടി ഞാൻ അടപ്പൊക്കെ എടുത്തു, നന്നായി വെന്തു. ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു. മെഴുക്ക് വരട്ടിയൊക്കെ കുറച്ചൊന്ന് വെളിച്ചെണ്ണയിൽ വെന്താലേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു. ഓൾറെഡി ഇത് കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഇട്ട് കൊടുക്കാം. ആ നല്ല ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കിടക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നാടൻ ടേസ്റ്റിന് വെളിച്ചെണ്ണയാണ് കുറച്ച് നല്ലത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വെളിച്ചെണ്ണ മാത്രമല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് സൺഫ്ലവർ ഓയിലൊക്കെ വന്നത്. അപ്പോൾ ഇതിന് ഒരു 1-2 മിനിറ്റ് കൂടെ ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോറ് പൊതിയുടെ കൂടെ ഒരു ബോട്ടിലൊരു മോര് കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ തൈര് ഇതെടുത്തു. ഇനി അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഈ ഇഞ്ചി ചതച്ചെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരു ചെറിയ കഷ്ണം മതി, കാരണം ഇത് കുറേ സമയം ഇരിക്കുമ്പോൾ എരിവ് ഇറങ്ങി ഒരുപാട് എരിവായി പോകും. അതുകൊണ്ട് ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കറിവേപ്പില. ഒന്ന് ചെറുതായി ഒന്ന് പിച്ച് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായി ഒന്ന് നമുക്ക് കലക്കി എടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബോട്ടിലിൽ നിറയ്ക്കാം. കണ്ണാടി ബോട്ടിൽ മാത്രമേ ഈ മോരൊക്കെ എടുക്കാൻ ഉപയോഗിക്കാവൂ. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം പുളിയുള്ള വസ്തുക്കളൊക്കെ പുളി ഉപ്പെല്ലാം അധികമായിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൽ സ്റ്റോർ ചെയ്യരുത്. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ആളുകളുടെ കയ്യിലും കാണും ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. അപ്പോൾ നമുക്കിനി ഈ മോര് ഈ ബോട്ടിലോട്ട് എടുക്കാം. നമ്മൾ ഇലയൊക്കെ നന്നായി വാട്ടി, ആദ്യം കഴുകി വാട്ടി പിന്നെ തുടച്ച് നീറ്റാക്കി എടുത്തു. ഇനി നമുക്കിതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരും കഴിക്കുന്ന ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം. ഒരു നോർമൽ ഒരാളിന് പാകത്തിനുള്ള ചോറ്. ഇനി ഇതിനെ മടക്കിയെടുക്കാം. ഇല നല്ലപോലെ വാടിയാൽ ഇങ്ങനെ മടങ്ങി നന്നായി വരികയുള്ളൂ. ഇത് നമുക്ക് ആദ്യം എടുത്ത ഓംലെറ്റ് കൂടെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് നമ്മുടെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കും. നമുക്കിത് ന്യൂസ് പേപ്പറിൽ എങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത് നോക്കാം. ഈ 2 പൊടികളും ഇത് രണ്ടും ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു മുക്കിലായി ഇങ്ങനെ വെച്ചതിന് ശേഷം മടക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ
നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചോറ് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഇടാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെപ്പോഴും കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ മോര്. ബോട്ടിലിൽ എടുത്ത മോര്, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചതച്ചിട്ട് ഉണ്ടാക്കിയ മോരാണ്. നമ്മൾ കഴിക്കാൻ സമയത്ത് ഇതുപോലെ കുലുക്കി എടുത്തതിന് ശേഷം തുറന്ന് കഴിക്കും.